ഹനുമാൻ അപ്പൂപ്പന് ഒരു പാട്ട എണ്ണ എന്ന് നേർന്നതാണെന്ന് അറിയാവോ? അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും. ജോലി കിട്ടാൻ വേണ്ടി ഫിസിക്കലിന്റെ ടൈമില് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാനൊരു അത്ലറ്റ് അല്ല, എനിക്ക് ദൈവമായിട്ട് വേറെ പ്രത്യേകിച്ച് കഴിവുകളൊന്നും തന്നിട്ടുമില്ല. സോ ഫിസിക്കലൊക്കെ ഒരു ഭാഗ്യമാണ്. കോൾ ലെറ്റർ കിട്ടുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ഫിസിക്കലിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി പഠിക്കാൻ തുടങ്ങിയത്. കുറച്ച് നാൾ കൊണ്ട് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിനൊക്കെ പെയിൻ കൂടുമല്ലോ. ഞാൻ ഡെയിലി പെയിൻ കില്ലറിന്റെ ഇഞ്ചക്ഷൻ വരെ എടുക്കുമായിരുന്നു. പക്ഷേങ്കിൽ എടുത്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയം മാത്രമാണ് ആ വേദന ഇല്ലാണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് വേദന കൂടും നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും. ലോങ് ജമ്പ് അത്യാവശ്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ലോങ് ജമ്പ് ഞാൻ അവിടെ സെക്കൻഡ് ട്രൈയിലും ബാക്കി രണ്ടും ഒക്കെ ഫസ്റ്റ് ട്രൈയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫിസിക്കലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്ന നേർച്ചയാണ്. കുറെ വഴിപാടുകൾ നേർന്നിട്ടുണ്ടായിരുന്നു. പൈസ കൂടുതലുള്ള വഴിപാടുകളൊക്കെ ഞാൻ ആദ്യമേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ മയം പുറകെ ചെയ്തുകൊണ്ടിരിക്കും. ചില കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഓർമ്മ കിട്ടി. ഇപ്പൊ ചെയ്യുവാണ്. ഹനുമാൻ അമ്പലത്തിലെ വട വഴിപാട് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ഞാനൊരു വടമാല കൂടെ നേർന്നിട്ടുണ്ടായിരുന്നേ. അച്ഛന്റെ കൂട്ടുകാരനാണ് കേട്ടോ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യണോന്നൊക്കെ അറിയാൻ പാടില്ലാതെ. ഹനുമാൻ ചാലിസ നടന്ന ദിവസമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. പൈസയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പേപ്പറിൽ നമ്മൾ ഇങ്ങനെ ഓരോ തവണ ആഞ്ജനേയായ നമയെന്നോ ഹനുമൽ സ്വാമിന്നോ ഒക്കെ എഴുതിയിട്ടത് ഒരു മാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് അമ്പലത്തിൽ ഇടുവേ.